silky gold അടിച്ചിട്ട് കുറച്ച് നാളായി. നമ്മൾ വണ്ടികൾ ഒരിടയ്ക്ക് silky gold തന്നെയായിരുന്നു. ഒരു ഫാമിലി യൂസിനെ പറ്റിയ കളറായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അടിച്ചിരുന്നത്. നമുക്ക് വീണ്ടും ഒരു silky gold സിൽവർ വണ്ടിയായിരുന്നു കേട്ടോ. അത് നമ്മളിപ്പോൾ silky gold അടിച്ച് ടൈപ്പ് 4 കൺവെർഷൻ ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നോർമൽ ഹെഡ്ലൈറ്റും ഡൈലൈറ്റൊക്കെ ഉണ്ട് ഇതിൽ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്ങിലും പോളിഷിങ്ങൊക്കെ ആയിട്ട് പോവാം. അപ്പോൾ നമ്മുടെ സിൽക്കി ഗോൾഡിൻ്റെ സെറ്റിങ് അതേപോലെ തന്നെ പോളിഷിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് സെറ്റിങ് അതേപോലെ നമ്മുടെ കട്ടിങ് പോളിഷിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മളതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന മിറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് തന്നെയാണ്, പക്ഷേ അത് ഒരു ഓയിൽ ഫിനിഷിംഗ് ഉള്ളൊരു മിററാണ് കേട്ടോ. ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നല്ലൊരു മിററാണ്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് കമ്പനി പറഞ്ഞാൽ ക്ലിപ്പിങ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മളതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ സെപ്പറേറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് 2 വയർ നമ്മളിതിൽ എടുത്തിട്ട് ഇൻഡിക്കേറ്ററിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പോണ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർണറ്റഡായിരുന്നു. ഇപ്പോൾ ഈ ഒരു 2-3 ആഴ്ചയായിട്ട് നിങ്ങൾ വീഡിയോസ് തന്നെ കണ്ടിരിക്കും. നല്ല വണ്ടി കാർണറ്റഡായിരുന്നു. അത് 2 വണ്ടിയുടെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ അതും കാർണറ്റഡായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞത് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പോൾ സിൽക്കി ഗോൾഡ് വന്നിരിക്കുന്നത്. സിൽക്കി ഗോൾഡ് ഒരു ടൈമിൽ ഒരു തരംഗമായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും സിൽക്കി ഗോൾഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളും ഇപ്പോൾ നോർമൽ ഹെഡ്ലൈറ്റും ഡൈലൈറ്റൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്യണം കേട്ടോ. നോർമലായിട്ടുള്ള കൺവെർഷൻ. സിൽക്കി ഗോൾഡ്, സിൽവർ അങ്ങനെയുള്ള കളേഴ്സിന് നമ്മൾ നോർമൽ രീതിയിൽ ക്രോം കൊടുക്കണമെങ്കിൽ അത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വണ്ടിക്ക് അതിന് മിററിൻ്റെ ഇത് ബോഡി കളർ അല്ലാണ്ട് അത് ക്രോം ഫിനിഷിങ്ങിലാണ് അതിൻ്റെ മിറർ. അതുപോലെ ഹാൻഡിൽ, ഡോറിൻ്റെ ഹാൻഡിൽ മിറർ ഡോറിൻ്റെ ഹാൻഡിൽ നമ്മൾ ഫുള്ളായിട്ടുള്ള ഹാൻഡിലാണ്, അത് ക്രോം ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് സിൽവർ മാതിരിയുള്ള വണ്ടികൾ അതേപോലെ സിൽക്കി ഗോൾഡായിട്ടുള്ള വണ്ടികളൊക്കെ ആ ഒരു ചെറിയ രീതിയിലുള്ള ക്രോം ഫിനിഷിങ് കൊടുക്കണം നല്ലൊരു ആശയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി കിട്ടാം.
ഗോൾഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഇൻസൈഡിൽ കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇൻറ്റീരിയലായിട്ട് പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നോർമലായിട്ടുള്ള ടൈപ്പ് 4 കൺവേർഷൻ ആയിരുന്നു. അതിൽ നമ്മൾ മിറർ, സിഗ്നൽ ലൈറ്റ് ടൈപ്പ് മിറർ കൊടുത്തു. അതേപോലെ തന്നെ ഹാൻഡിലുകൾ ക്രോം കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ ഹെഡ്ലൈറ്റ് ടൈലൈറ്റ് ആ രീതിയിലുള്ളൊരു കൺവേർഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഫുള്ളായിട്ട് തന്നെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 94,000 ആണ് നോർമൽ കൺവേർഷൻ വരുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു മിറർ നമ്മൾ ചേഞ്ച് ചെയ്തു. മിറർ നമ്മൾ ഓയിൽ ഫിനിഷിങ്ങിലുള്ള മിറർ ആയിരുന്നു. ഏകദേശം ഒരു 12,000 രൂപ മിററിന് വന്നിട്ടുണ്ട്. പിന്നെ ഫിറ്റ് ചെയ്തിട്ടുള്ള ആക്സറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു എമൗണ്ട് അതും വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആ വണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്ക് അതിൻ്റെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ സിൽക്കി ഗോൾഡ് എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി യൂസിന് പറ്റിയൊരു കളർ തന്നെയാണ്. നേരത്തെ നിങ്ങളോട് പറഞ്ഞ മാതിരി തന്നെ. ഓക്കെ, അപ്പോൾ നോർമൽ ടൈപ്പ് 4 കൺവേർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതാണ്. കൺവേർഷൻ ഡീറ്റെയിൽസും പെയിൻറ്റിങ് ഡീറ്റെയിൽസൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ബാക്കിയാണ്. ഇന്നോവ അല്ലാണ്ട് വേറെ ബ്രാൻഡ് കൺവേർഷനൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴി നിങ്ങളോട് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.